മുഗൾ ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരിക്കലും മായാത്ത ഒരു നാമമുണ്ട്. ബീർബൽ എന്ന മഹേഷ് ദാസിൻ്റേതാണത്. യമുനയുടെ തീരത്തുള്ള തിക്വാൻപൂർ എന്ന ഗ്രാമത്തിലെ ദരിദ്ര ബ്രാഹ്മണനായിരുന്നു ബീർബൽ. അക്ബറുടെ നവരത്നങ്ങൾ ഒന്നായി മാറിയ കഥയാണ്. സത്യസന്ധതയും പ്രായോഗിക ബുദ്ധിയും കൈമുതലാക്കിക്കൊണ്ട് പ്രായഭേദമന്യേ എല്ലാവരെയും എപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കഥകളിലെ നായകൻ. ബീർബൽ എന്ന പേരിൽ വിഖ്യാതനായ മഹേഷ് ദാസ് 1528 ജൂലൈ 19 ഇന്നത്തെ ഉത്തർപ്രദേശിലെ ഇട്ടാവ ജില്ലയിലെ തിക്വാൻപൂർ താലൂക്കിലെ കൽവി ഗ്രാമത്തിൽ ജനിച്ചു. മഹേഷ് ദാസിൻ്റെ പിതാവ് ഗംഗാദാസ്, മാതാവ് അംബാദേവി. ദരിദ്രരായ ഭട്ട് ബ്രാഹ്മണ കുടുംബമായിരുന്നു ബീർബലിൻ്റേത്. മാതാപിതാക്കളുടെ മൂന്നാമത്തെ സന്താനമായിരുന്നു മഹേഷ്. തൻ്റെ 5ാമത്തെ വയസ്സിൽ പിതാവ് ഗംഗാദാസ് അകാലചർമ്മം പ്രാപിച്ചപ്പോൾ അലഹബാദിനടുത്തുള്ള പ്രതാപ്ഘട്ടിൽ താമസിക്കുന്ന മുത്തച്ഛനായ ശിവദാസ് മിശ്രയുടെ അടുത്തേക്ക് പോയി. പ്രതാപഘട്ടിലെ താമസത്തിനിടയ്ക്ക് സംസ്കൃതം, ഹിന്ദി, പേർഷ്യൻ എന്നീ ഭാഷകൾക്ക് പുറമെ ഗണിതം, ജ്യോതിഷം, സംഗീതം, കവിത എന്നിവയും അദ്ദേഹം അഭ്യസിച്ചു. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ യുവാവായ മഹേഷ് ദാസ് സംഗീതം, കവിത എന്നിവയിലുള്ള തൻ്റെ താല്പര്യം നിലനിർത്തി 1556 അക്ബർ ചക്രവർത്തിയുടെ ക്ഷണപ്രകാരം മഹേഷ് ദാസ് ആഗ്രയിലെത്തി. ഫത്തേപൂർ സിക്രിയിൽ മഹേഷ് ദാസ് എന്ന ബീർബലിൻ്റെ ഉയർച്ച വളരെ പെട്ടെന്നായിരുന്നു. സകലകലാവല്ലഭനായി അറിയപ്പെട്ട ബീർബലിനെ 1563 ചക്രവർത്തി തൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായി നിയമിച്ചു. ബഹുഭാഷാ പണ്ഡിതൻ, കവി, കലാകാരൻ, സംഗീതജ്ഞൻ എന്നിവയ്ക്കും പുറമെ അജേയനായ യോദ്ധാവ് കൂടിയായിരുന്നു അദ്ദേഹം. നർമ്മവും ആക്ഷേപഹാസ്യവും നിറഞ്ഞ സംസാരം, എതിരാളികളെ നിലംപരിശാക്കാനുള്ള തൻ്റെ ഇടം, ഏത് ഊരാക്കുടക്കിൽ നിന്നും നിഷ്പ്രയാസം രക്ഷപ്പെടാനുള്ള മനസാന്നിധ്യം, പാവങ്ങളോടും പതിതരോടുമുള്ള അടങ്ങാത്ത സഹാനുഭൂതി, നീതിക്കും ന്യായത്തിനുമായി നിലകൊള്ളാനുള്ള ധൈര്യം, സർവോപരി ചക്രവർത്തിയെപ്പോലും കൂസാത്ത ചങ്കൂറ്റം എന്നിവയൊക്കെ ബീർബലിൻ്റെ പ്രത്യേക ഗുണങ്ങളായിരുന്നു. കൊട്ടാരത്തിലെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും പ്രവർത്തികളുമൊക്കെ ബീർബൽ കഥകളായി പിന്നീട് ഏറെ പ്രചാരം നേടി. ബുദ്ധിയും കൗശലവും ഒക്കെ നിറഞ്ഞ ബീർബൽ കഥകൾ കൂട്ടുകാർക്കായി ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു.